പറവൂർ നഗരസഭയുടെ 2025-26 വർഷത്തിൽ 62,45,72,784 രൂപ വരവും 59,02,65,384 രൂപ ചിലവും 3,43,07,452 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റും 2025-26 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റും ആദരണീയനായ വൈസ് ചെയർമാൻ ശ്രീ MJ രാജു അവതരിപ്പിക്കുകയാണ്. വെടിമറ ഡംപിംഗ് യാർഡിൽ KSWMPയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപയുടെ ബയോമൈനിംഗ് പൂർത്തിയായാൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കും. RRF നിർമ്മാണത്തിന് KSWMPയുടെ തന്നെ 60 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. യാർഡിലെ മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. വീടുകളിലും ഓഫീസുകളിലും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത പറവൂർ യാഥാർത്ഥ്യമാക്കും. സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യം കൈവരിക്കും. സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കും. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച് 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. ആസ്തി വികസനവും വരുമാന വർധനവിനും കാരണമാകുന്ന കണ്ണൻകുളങ്ങരയിലെ ശതാബ്ദി മന്ദിരം ഈ വർഷം നിർമ്മാണം ആരംഭിക്കും. ഇതിനായി 60 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. NH 66 പൂർത്തിയായാൽ നഗരത്തിൻ്റെ അടിസ്ഥാന വികസനത്തിനായി DPR തയ്യാറാക്കും. ഭവനരഹിത പറവൂരിനായി ഭവന നിർമ്മാണ മേഖലയ്ക്കായി 1,50,650 രൂപ നീക്കി വച്ചിട്ടുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ മുഴുവൻ വീടുകൾക്കും ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതി ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ഇതിന് ആവശ്യമായ നഗരസഭാ വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. ഗാർഹിക കുടിവെള്ള കണക്ഷൻ പൂർണ്ണമായാൽ പൊതു ടാപ്പുകൾ ഒഴിവാക്കി വാട്ടർ ചാർജ് ഇനത്തിലുള്ള ചിലവ് കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ആശുപത്രിയിൽ പാനൽ സ്ഥാപിച്ചു. ഹോമിയോ ആശുപത്രിയിൽ പാനൽ സ്ഥാപിക്കുന്നതിന് പദ്ധതിയുണ്ട്. കൂടാതെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ 11 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. കാർഷിക മേഖലയ്ക്ക് 15,52,800 രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50 ലക്ഷം രൂപ, താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായി 64 ലക്ഷം രൂപ, കൗൺസിലർമാർ നിർദ്ദേശിക്കുന്ന വർക്കുകൾക്കായി 1,83,59,987 രൂപ, വനിതാ പദ്ധതികൾക്കായി 31 ലക്ഷം രൂപ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പദ്ധതികൾക്കായി 16 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 62,42,784 രൂപ വരവും 59,65,332 രൂപ ചിലവും 3,43,07,452 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നു. നഗരത്തിന്റെ സമഗ്രമായ വികസനത്തിന് സഹകരിച്ച ലഘു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർ, ലഘു പ്രതിപക്ഷ നേതാവ് അടൂർ VD സതീശൻ, ലഘു MP ഹൈബി ഈഡൻ തുടങ്ങിയവർക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വർഷത്തെ പുതുക്കിയ ബജറ്റും 2025-26 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റും സജീവമായി ചർച്ച ചെയ്ത് അംഗീകരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് കൗൺസിൽ മുമ്പാകെ ഞാൻ ഈ ബജറ്റ് സമർപ്പിക്കും.